ഹലോ ഹായ് നമസ്കാരം. ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ക്യാമറയിലെ വൈറ്റ് ബാലൻസ് സെറ്റിങ്സ് എന്നുള്ളതാണ്. എന്താണ് വൈറ്റ് ബാലൻസ്? വ്യത്യസ്ത നിറങ്ങളിലുള്ള ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ചാലും ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ നിറം അതിൻ്റെ ഒറിജിനൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയുള്ള അതേ നിറത്തിൽ തന്നെ ഷൂട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ചിത്രീകരിക്കാനുള്ള ഒരു സംവിധാനമാണ് വൈറ്റ് ബാലൻസ് സെറ്റിംഗ്. ഇതിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് കെൽവിൻ. ഇനി കെൽവിൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഇരുമ്പിലേക്ക് ഒരു നിശ്ചിത അളവ് താപം നൽകുമ്പോൾ അതിനുണ്ടാവുന്ന നിറവ്യത്യാസമാണ് കെൽവിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് 1500 കെൽവിൻ ചൂട് ആ ഇരുമ്പിലോട്ട് നൽകുമ്പോൾ അതിനകത്ത് ഒരു നിറവ്യത്യാസം ഉണ്ടാകും. അതുപോലെ 3000 കെൽവിൻ അല്ലെങ്കിൽ 4000 കെൽവിൻ, 5500 അങ്ങനെ പല വ്യത്യസ്ത അളവിലുള്ള താപം നൽകുമ്പോൾ അതിനകത്ത് വ്യത്യസ്തമായ നിറങ്ങളാണ് ആ ഇരുമ്പ് പഴുക്കുന്നതിനനുസരിച്ച് ഉണ്ടാവുക. ആ ഓരോ അളവിലുള്ള കെൽവിനും നമ്മൾ ആ നിറത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നത്. അതായത് 1500 കെൽവിൻ കൊടുക്കുമ്പോൾ ഒരല്പം ഓറഞ്ച് നിറവും, അതേപോലെ 5500 കൊടുക്കുമ്പോൾ ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു കളറും, അതുപോലെ 6000 എബോവ് വരുമ്പോൾ ഒരല്പം നീല കലർന്ന ഒരു നിറവും, ഇങ്ങനെയൊക്കെയാണ് ആ ഇരുമ്പിലും നിറവ്യത്യാസങ്ങൾ ഉണ്ടാവുക. ഇനി ഈ കെൽവിൻ മാറ്റുമ്പോൾ നമ്മുടെ പിക്ചറിൽ എന്താണ് വ്യത്യാസം ഉണ്ടാകുക നോക്കാം. അതായത് ഇന്ന് ലോകത്ത് ഉള്ളതിൽ ഏറ്റവും നല്ല പ്രകാശ സ്രോതസ്സ് സൂര്യപ്രകാശമാണ്. അതായത് അതിനകത്ത് എല്ലാ കളറുകളും തുല്യമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ വീട്ടിലുപയോഗിക്കുന്ന ബൾബുകളിൽ നിങ്ങൾക്കറിയാം, അതിനകത്ത് അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റിൽ ഒക്കെ ആണെങ്കിൽ മഞ്ഞ നിറം കുറേ കൂടുതലായി കയറി വന്നിട്ടുണ്ട്. മീൻസ് അത് ബൾബ് കത്തുമ്പോൾ മഞ്ഞ കലർന്ന ഒരു പ്രകാശമാണ് അത് പുറപ്പെടുവിക്കുക. അതേപോലെ ട്യൂബ് ലൈറ്റിനാണെങ്കിൽ കുറച്ച് നീല കലർന്ന പ്രകാശമാണ്. അതേപോലെ വൈകുന്നേരം സൂര്യാസ്തമയത്തുള്ള സൂര്യപ്രകാശം ഒരല്പം ഓറഞ്ച് കലർന്നതായിരിക്കും. അങ്ങനെയുള്ള വ്യത്യസ്ത നിറങ്ങളിലുള്ള പ്രകാശമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഓരോ സാഹചര്യത്തിലും നമ്മൾ വെള്ളയായ ഒരു സർഫേസിനെ വെള്ളയായി തന്നെ നമ്മുടെ ചിത്രത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ സമയത്തുള്ള പ്രകാശത്തിൻ്റെ സ്രോതസ്സിനനുസരിച്ച് അതിൻ്റെ നിറത്തിനനുസരിച്ച് നമ്മളെ ക്യാമറക്ക് നിർദ്ദേശം നൽകും. അതായത് ഇപ്പോൾ നമ്മുടെ ബൾബാണ് ഉപയോഗിച്ചാണ് നമ്മൾ ലൈറ്റ് ചെയ്യുന്നതെങ്കിൽ ക്യാമറക്ക് നിർദ്ദേശം കൊടുക്കുക നമ്മൾ ഉപയോഗിക്കുന്നത് ബൾബാണെന്ന്. ബൾബിൻ്റെ ലൈറ്റിനുള്ള കെൽവിൻ, അതായത് ക്യാമറക്കകത്ത് സൂര്യപ്രകാശത്തിന് വേണ്ടിയിട്ട് ബാലൻസ് ചെയ്ത ഒരു സിസ്റ്റമാണുള്ളത്. അതായത് ന്യൂട്രലായിട്ട് അല്ലെങ്കിൽ എല്ലാ കളറും തുല്യമായിട്ടുള്ള ഒരു നിറമാണ് സൂര്യപ്രകാശത്തിന്. അതും 11 മണി മുതൽ 3 മണിക്കിടയിലുള്ള സൂര്യപ്രകാശത്തിൻ്റെ ആണ് ഈ പറയുന്നത്. 11 മണിക്ക് മുമ്പുള്ള സൂര്യപ്രകാശത്തിനും അതേപോലെ 3 മണിക്ക് ശേഷമുള്ള സൂര്യപ്രകാശത്തിനും നിറവ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 5500 കെൽവിൻ അത് നമുക്ക് ഒരു അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കാം. 5500 കെൽവിനാണ് ന്യൂട്രലായിട്ടുള്ള അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ വൈറ്റ് ബാലൻസ്. ഇനി നമ്മുടെ വീട്ടിലുള്ള ബൾബിൻ്റെ പ്രകാശം നിങ്ങൾക്കറിയാം ഓറഞ്ച് കലർന്നതാണ്. അപ്പോൾ നമ്മൾ ക്യാമറക്ക് നിർദ്ദേശം കൊടുക്കും നമ്മുടെ പ്രകാശ സ്രോതസ്സ് 2800 കെൽവിൻ അല്ലെങ്കിൽ 3000 കെൽവിൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് സോഴ്സ് എന്ന്. അപ്പോൾ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ആ സൂര്യപ്രകാശത്തിൻ്റെ വൈറ്റ് ബാലൻസിലേക്ക് വരാൻ വേണ്ടി അത്രയും കെൽവിൻ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് അത്രയും ബ്ലൂ കളർ, അതായത് ഓറഞ്ച് കലർന്ന ബൾബിൻ്റെ പ്രകാശത്തെ സൂര്യപ്രകാശത്തിൻ്റെ ആ 5500 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായി അത്രയും ബ്ലൂ കളർ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഓറഞ്ചും ബ്ലൂവും കൂടി കൃത്യമായി ചേരുമ്പോൾ അത് ന്യൂട്രലായി പോവുകയും നമ്മൾക്ക് ഒരു സൂര്യപ്രകാശത്തിൽ ഷൂട്ട് ചെയ്തതുപോലെയുള്ള ഒരു ചിത്രം ലഭിക്കുകയും ചെയ്യുന്നു. അതേപോലെ വൈകുന്നേരത്തെ പ്രകാശത്തിൽ അല്ലെങ്കിൽ നീല നിറം കൂടുതലുള്ള കാർമേഘങ്ങൾ മൂടിയ സമയത്തൊക്കെയുള്ള പ്രകാശത്തിൽ നമ്മൾ ഇതേപോലെ വൈറ്റ് ബാലൻസ് മാറ്റി എത്രയാണോ അതിനകത്ത് ബ്ലൂ കണ്ടൻറ്റ് കൂടുതലുള്ളത് അതിനനുസരിച്ച് ഓറഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നോർമൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്തതുപോലെയുള്ള ഒരു അനുഭവം കിട്ടും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ബൾബ് ഇട്ടിട്ട് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് വൈറ്റ് ബാലൻസ് ബൾബിൻ്റെ കളറിനനുസരിച്ച് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ കാണുന്ന ഒരാൾക്ക് ഒരിക്കലും അത് ബൾബ് ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്തതെന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. അത് സൂര്യപ്രകാശത്തിൽ ഷൂട്ട് ചെയ്തതുപോലെ ആ കളറായിരിക്കും ഉണ്ടാവുക. കാരണം ബൾബിൻ്റെ മഞ്ഞ നിറം ആ ചിത്രത്തിൽ ഉണ്ടാവില്ല. ഇനി കെൽവിൻ സെറ്റിങ്സ്
ഒരല്പം നിങ്ങൾ ചിത്രത്തിൽ കുറച്ച് ഒരല്പം മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കെൽവിൻ സെറ്റിങ്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പേ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, കെൽവിൻ സെറ്റിങ്സ് ഡേ ലൈറ്റിന് ഞാൻ ഓൾറെഡി പറഞ്ഞു 5500 ഡേ ലൈറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡോറിൽ സൂര്യപ്രകാശത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ വൈറ്റ് ബാലൻസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. 5500 എന്നുള്ള 1400 ആവാം, 5300 വരെ വരാം. എന്നാൽ ഈ ചിത്രത്തിന് ഒരു നല്ല ക്ലാരിറ്റിയുള്ള ചിത്രം നമുക്ക് കിട്ടുമെങ്കിലും ആ ചിത്രത്തിന് കുറച്ചുകൂടെ ഭംഗി വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് വൈറ്റ് ബാലൻസ് ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരല്പം കെൽവിൻ കുറച്ച് വെക്കുക എന്നുള്ളതാണ്. അതായത് 4800 മുതൽ 5000 വരെയുള്ള കെൽവിൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ചിത്രത്തിന് ഒരല്പം ഒരു ബ്ലൂ ടച്ച് ഉണ്ടാവും. പക്ഷേ അത് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. പക്ഷേ കാണുന്നവർക്ക് അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും, കണ്ണിന് നല്ല സുഖമുള്ള ഒരു കാഴ്ചയായിരിക്കും അങ്ങനെ ഷൂട്ട് ചെയ്ത ചിത്രത്തിനുണ്ടാവുക. അതേപോലെ കലാപരമായിട്ട് നിങ്ങളുടെ ചിത്രത്തിന് ഒരു മൂഡ് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് നിയന്ത്രിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ നിങ്ങൾ സൺസെറ്റ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ലൈറ്റ് ഓറഞ്ച് ഉള്ളതാണ്. അതേ സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ അതിന് ഓറഞ്ച് കളർ അതിനകത്തേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ചിത്രത്തിൽ ഒരല്പം മൂഡ് ഒരു പ്രത്യേക മൂഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് മുഴുവനായും ഓറഞ്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരു സൂര്യാസ്തമയം നിങ്ങൾക്ക് കിട്ടും. അതിന് പ്രത്യേക ഭംഗിയുണ്ടാവും. അതേപോലെ അതിരാവിലെ വരുന്ന ഷൂട്ടുകളാണെങ്കിൽ ഒരു പ്രഭാതമാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഒരല്പം ബ്ലൂ കൂട്ടിയിടുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് ആ ചിത്രത്തിന് ഒരു എക്സ്ട്രാ ബ്യൂട്ടി കാണാൻ പറ്റും. അതുപോലെ ഓരോ സമയത്തും നിങ്ങൾക്ക് വൈറ്റ് ബാലൻസിൽ മാറ്റം വരുത്തുന്നതിലൂടെ അതിൽ ആലോചിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 5500 ആണ് ഡിഫോൾട്ട് അല്ലെങ്കിൽ അടിസ്ഥാന വൈറ്റ് ബാലൻസ്. ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യേണ്ട അടിസ്ഥാന വൈറ്റ് ബാലൻസ് 5500 ആണ്. ഇനി ഇതിൽ ഏത് ലൈറ്റ് സോഴ്സിലായാലും നിങ്ങൾ കെൽവിൻ നമ്പർ കൂട്ടുകയാണെങ്കിൽ അതിനകത്ത് ഓറഞ്ച് കളർ കയറി വരും. നിങ്ങളുടെ ചിത്രത്തിൽ മൊത്തത്തിൽ ഒരു ഓറഞ്ച് ഫീൽ ഉണ്ടാവും. ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ മിക്സ് ആയിട്ടുള്ളൊരു നിറമായിരിക്കും ഓവറോൾ ആ ചിത്രത്തിനുണ്ടാവുക. അതേസമയത്ത് 5500 നിന്ന് താഴോട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് കെൽവിൻ സെറ്റ് ചെയ്ത് അതിൽ നിന്ന് താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ചിത്രത്തിൽ നീല നിറം കയറി വരും. ബ്ലൂ ടിൻറ്റ് ചെയ്തതുപോലെയുള്ള ഒരു ചിത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത് ഓരോ മൂഡിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഈ വൈറ്റ് ബാലൻസ് സെറ്റിങ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ഇതിൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. സംശയങ്ങൾക്ക് പരമാവധി പറ്റുന്നത്രയും വാട്സപ്പിലായാലും ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ ഈ ചാനലിന് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മുടെ ഗ്രൂപ്പുണ്ട്, അതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ട്യൂട്ടോറിയലിൽ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽസുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.